വയലാർ കവിതകൾ ഒടുവിൽ നേരത്തെ ജയകുമാർ സാർ ഇവിടെ സൂചിപ്പിച്ച സമാഹാരത്തിൻ്റെ ആമുഖത്തിൽ ONV കാവ്യചരിത്രത്തെ സംബന്ധിക്കുന്ന ഒരു ആശയം അവിടെ പറയുന്നുണ്ട്. അതായത് നമ്മുടെ കവിതയുടെയോ നമ്മുടെ സംസ്കാര സഞ്ചയത്തിൻ്റെയോ അടയാളവാക്യങ്ങൾ പോലെ പ്രവർത്തിക്കുന്ന ചില കവിതകളെയോ ചില കാവ്യ ഭാഗങ്ങളെയോ കുറിച്ച് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അത് ഒരു കവിയുടെ കവിത എന്നതിനപ്പുറം ആ കാലത്തിൻ്റെ ആകമാനമുള്ള ഒരു ചൈതന്യത്തെ, അല്ലെങ്കിൽ ആ കാലത്തിൻ്റെ ആകമാനമുള്ള ഒരു അനുഭവ ലോകത്തെ സംഗ്രഹിച്ചുകൊണ്ട് ആ ഭാഷയിൽ പ്രവർത്തിക്കും എന്ന നിലയിലാണ് അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്നത്. ശാരിക പൈതലെ ചാരുശീലെ എന്ന് എഴുത്തച്ഛനും മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന്, അല്ലെങ്കിൽ കണ്ണേ മടങ്ങുക എന്നോ സ്നേഹമാണ് അഖില സാരമൊഴിയിൽ എന്നോ ഒക്കെ കുമാരനാശാനും ഒരൊറ്റ മതമുണ്ടുലകിന്നുയിരായി പ്രേമമതം നല്ലോ എന്ന് എഴുതുമ്പോൾ ഉള്ളൂരുമൊക്കെ ഇങ്ങനെ ആ കാലത്തിൻ്റെ ഒരു ചൈതന്യത്തെ മുഴുവൻ ചില വരികളിലേക്ക് പകരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത് പിന്നെയും നമുക്ക് കാണാം പല രൂപത്തിൽ. കാലിന ഛായയിൽ ആടുമേക്കാൻ ഞാനും വരട്ടെയോ എന്ന് ചോദിക്കുന്ന ചങ്ങമ്പുഴയിലുമൊക്കെ ഇത് നമുക്ക് കാണാൻ കഴിയും. അത് ചില എഴുത്തുകൾക്ക് ചരിത്രത്തിൽ കിട്ടുന്ന വലിയ ഒരു ഇടമാണ്. അത് എഴുത്തുകാരുടെ മാത്രം ഒരു പ്രതിഭയുടെ ഫലമല്ല എന്നും വേണമെങ്കിൽ കരുതാം. കാരണം ഒരു കാലത്തിൻ്റെ വലിയ ആവശ്യങ്ങളെ മുഴുവൻ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് അതിനെ മുഴുവൻ സംഗ്രഹിക്കുന്ന തരത്തിലുള്ള ചില എഴുത്തുകൾ ഉണ്ടാകും. പണ്ട് ഈ പ്ലഖനോവ് എന്ന് പറയുന്ന പഴയൊരു ചിന്തകൻ വ്യക്തിയും സമൂഹവും തമ്മിലുള്ള ചരിത്രത്തിൽ വ്യക്തികൾക്കുള്ള പങ്ക് എന്നതിനെക്കുറിച്ചൊരു മനോഹരമായ പ്രബന്ധം എഴുതിയിട്ടുണ്ട്. അപ്പം അതിലദ്ദേഹം പറയുന്നത്, അദ്ദേഹം ബിഥോവനെയും നെപ്പോളിയനെയും ചേർത്ത് വെച്ച് പറയുന്നൊരു കാര്യമുണ്ട്. 19-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭ സന്ദർഭത്തിലല്ലായിരുന്നുവെങ്കിൽ നെപ്പോളിയൻ ഒരു കേണൽ നെപ്പോളിയനായി അവസാനിക്കുമായിരുന്നു. മറിച്ച് ഫ്രഞ്ച് വിപ്ലവവും അതിന് പിന്നാലെ രൂപപ്പെട്ടു വന്ന വലിയ കലക്കങ്ങളുടെയും ഒരു സന്ദർഭത്തിലാണ് നെപ്പോളിയൻ്റെ സൈനിക പ്രതിഭ ചരിത്രത്തെ വഴിതിരിച്ചു വിടുന്ന വലിയൊരു സാന്നിധ്യമായി തീരുന്നത്. ഇതുപോലെ തന്നെ ഇദ്ദേഹം പറയുന്നുണ്ട്, ഫ്രഞ്ച് വിപ്ലവം ഉദ്ഘാടനം ചെയ്ത മനുഷ്യ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും 18-ാം നൂറ്റാണ്ട് ജന്മം നൽകിയ പ്രബുദ്ധതയുടെ ആശയാവലികളും മനുഷ്യ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ഉച്ഛൃംഖലമായ മനുഷ്യ ഭാവനയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളുടെയൊക്കെ അഭാവത്തിൽ ബിഥോവൻ ഒരു വെറും അല്ലെങ്കിൽ അനവധി സംഗീതജ്ഞന്മാരിൽ ഒരാളായി തീരുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. മറ്റൊരു നിലയ്ക്ക് പറഞ്ഞാൽ ഒരു നല്ല കലാകാരനെയോ കലാകാരിയെയോ ഒരു വലിയ കലാകാരനും കലാകാരിയുമാക്കുന്നതിൽ ചരിത്രത്തിൻ്റെ ഒരു വലിയ പങ്കുണ്ട് എന്ന് പറയാം. അത് ആ കാലത്തിൻ്റെ ആവശ്യങ്ങളോട് മുഴുവൻ സംവദിക്കാൻ കെൽപ്പുള്ള ഒന്നായി ഒരു വാക്യത്തെയോ ഒരു കവിതയെയോ ഒക്കെ മാറ്റിത്തീർക്കും, ഒരു രചനയെ മാറ്റിത്തീർക്കും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ മലയാളത്തിൽ വേരുപിടിച്ച വരികളിൽ ഒന്നായിട്ട് അദ്ദേഹം വയലാറിൻ്റെ നേരത്തെ ഇവിടെ ജയകുമാർ സാർ ഉദ്ധരിച്ച സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും എന്ന വരി എടുത്ത് പറയുന്നുണ്ട്. ഇന്ന് തിരിഞ്ഞു നോക്കിയാൽ ആ വരി ഇപ്പോഴും മലയാളത്തിൻ്റെ ഒരു സഞ്ചിത ഭാവനയിൽ ഇങ്ങനെ ബലത്തോടെ നിലക്കൊള്ളുന്ന വരികളിൽ ഒന്നാണെന്ന് കാണാൻ പറ്റും. വയലാർ ധാരാളം കവിതകൾ എഴുതി, നമ്മുടെ ഒരുപാട് കവിതകൾ എഴുതിയിട്ടുണ്ട്. പക്ഷെ ചിലത് മാത്രം ഇങ്ങനെ ആഴത്തിൽ വേര് പിടിക്കുന്നതിന് കാരണം ആ കവിതയുടെ കാവ്യഭംഗി മാത്രമല്ല, മറിച്ചൊരു കാലത്തിൻ്റെ ഒരു സ്പിരിറ്റിനെ, ആ കാലത്തിൻ്റെ ഒരു ചൈതന്യത്തെ, അതിൻ്റെ ഒരു ഭാവുകത്വപരമായ കുതിപ്പിനെ മുഴുവൻ അത് സംഗ്രഹിക്കുന്നു എന്ന നിലയിലുള്ള ഒരു സ്ഥാനം ആ വരികൾക്ക് വരുന്നത് കൊണ്ടാണ്. ഇങ്ങനെ നമ്മുടെ കവിതയുടെ ചരിത്രത്തിൽ സവിശേഷമായൊരു സ്ഥാനം, അതിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ചൊക്കെ വ്യത്യസ്ത വിശദീകരണങ്ങളോ വിമർശനങ്ങളോ എതിർവാദങ്ങളോ ഒക്കെ ധാരാളമായിട്ട് ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് തന്നെയാണ് വയലാർ ഒരു മാറ്റുലി കവിയാണ് എന്ന് കാലങ്ങൾ കൃഷ്ണൻ നായർ സാറ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതേക്കുറിച്ച് കൃഷ്ണൻ നായർ സാറ് തന്നെ ഒരിക്കൽ ഒരു പ്രസംഗത്തിൽ പറഞ്ഞ ഒരു സന്ദർഭം ഞാൻ ഓർക്കുന്നുണ്ട്. ഈ മുണ്ടശ്ശേരി മാഷും കൃഷ്ണൻ നായരും ഒരുമിച്ച് പ്രസംഗിക്കുന്ന ഒരു വേദിയിൽ
മുണ്ടശ്ശേരി മാഷ് സംസാരിച്ചുകൊണ്ടിരിക്കെ ആരോ ചോദിച്ചു അത്ര, ഈ വയലാർ ഒരു മാറ്റൊലി കവിയാണെന്ന് കൃഷ്ണൻ നായർ പറയുന്നുണ്ടല്ലോ, കൃഷ്ണൻ നായർ സാറ് പറയുന്നുണ്ടല്ലോ, എന്താണ് അഭിപ്രായം? അപ്പോൾ മുണ്ടശ്ശേരിയുടെ ഒരു ഔദ്ധത്യവും മറ്റേ കെ.പി. അപ്പൻ എഴുതുന്നുണ്ട്, പ്രസംഗവേദിയിൽ ഗോധിഗോപുരം പോലെ നിന്ന മുണ്ടശ്ശേരിയെ ഞാൻ ഓർക്കുന്നു എന്നാണ് എഴുതുന്നത്. അത് അക്ഷരാർത്ഥത്തിൽ ശരിയായിരുന്നു. അപ്പം മുണ്ടശ്ശേരി പറഞ്ഞു അത്രേ, കൃഷ്ണൻ നായർ അങ്ങനെ ഒരാളെ കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചതിനെ കുറിച്ച് കൃഷ്ണൻ നായർ സാർ തന്നെ എഴുതുകയോ പറയുകയോ ചെയ്തത് ഞാൻ വായിച്ചിട്ടുണ്ട്. അദ്ദേഹം എന്തോ മറുപടി പറയുന്നു എന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, അങ്ങനെ ഒരു കാലത്തിൻ്റെ ഒരു തീവ്രബോധം ഈ വയലാറിൻ്റെ കവിതകളിൽ നമുക്ക് കാണാം. എതിർവാദങ്ങളും ആ കവിതകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നിശ്ചയമായും ഏത് കവിതയെക്കുറിച്ചും അതൊക്കെ സാധ്യവുമാണ്. എന്തായാലും ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ വയലാറിൻ്റെ ആദ്യ കവിതാ സമാഹാരം നേരത്തെ ഇവിടെ സാറ് സൂചിപ്പിച്ചു 1948 വരുന്നത്. പാദമുദ്രകൾ എന്ന പേരിൽ വരുന്നു. 75 അദ്ദേഹം വൃക്ഷം എന്ന് നേരത്തെ ഇവിടെ പറഞ്ഞ ആ കവിതയിലാണ് അദ്ദേഹത്തിൻ്റെ അവസാന രചന. 48 സമാഹാരത്തിലെ കവിതകൾ കുറച്ചുകൂടി മുമ്പ് എഴുതി തുടങ്ങിയതാണ് എന്ന് കരുതിയാൽ ഏതാണ്ട് 45 മുതൽ 75 വരെയുള്ള ഒരു 3 പതിറ്റാണ്ടാണ് വയലാറിൻ്റെ കാവ്യ ജീവിതത്തിൻ്റെ ഒരു കാലം എന്ന് പറയാം. ഈ 3 പതിറ്റാണ്ടിൻ്റെ കാവ്യ സ്വഭാവം എന്തായിരുന്നു? അതിൽ തന്നെ ഏതാണ്ട് 60കൾക്ക് ശേഷം പിന്നെ വയലാർ കവിതയിൽ അങ്ങനെ പ്രവർത്തിച്ചില്ല. ഏറിയ പങ്കും സിനിമാഗാന രചയിതാവായി അപൂർവം ചില കവിതകൾ എഴുതുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നോക്കിയാൽ ഏതാണ്ട് 45 മുതൽ 60 വരെയാണ് വയലാറിൻ്റെ ഏറ്റവും സമ്പന്നമായ കാവ്യ ജീവിതത്തിൻ്റെ കാലം എന്ന് കാണാൻ പറ്റും. ഈ കാലത്തിൻ്റെ കാവ്യപ്രകൃതം എന്തായിരുന്നു എന്ന് മലയാളത്തിൽ നോക്കിയാൽ 2 ധാരകൾ വാസ്തവത്തിൽ ഈ ഘട്ടത്തിൽ വികസിച്ചു വരുന്നുണ്ട്. അതിന് തൊട്ടു മുമ്പുള്ളത് നമുക്കൊക്കെ അറിയുന്നത് പോലെ ചങ്ങമ്പുഴയുടെ ഒരു കാലമാണ്. ചങ്ങമ്പുഴ ഇടപ്പള്ളിയും ചേർന്നിട്ട്, ഇടപ്പള്ളി അതിൽ ചെറിയൊരു പങ്കേ വഹിച്ചിട്ടുള്ളൂ. ചങ്ങമ്പുഴ നമ്മുടെ കാലത്തെ ഒരു യുഗപ്രഭാവനായ കവി എന്ന് സമ്പൂർണ്ണാർത്ഥത്തിൽ പറയാവുന്ന ഒരാൾ തന്നെ പല കാവ്യജീവിതങ്ങൾ ജീവിക്കുകയും ഒരാൾ തന്നെ ഒരു ജനതയോട് എത്രയോ പ്രകാരങ്ങളിൽ സംസാരിക്കുകയും ഒരു കാലം മുഴുവൻ നിറഞ്ഞു പെയ്ത ഒരു പേമാരി പോലെ നിറഞ്ഞു നിൽക്കുകയും ചെയ്തൊരു കവിയാണ് ചങ്ങമ്പുഴ. ചങ്ങമ്പുഴ ആകരുത് എന്ന് അക്കാലത്ത് പലരും ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ അവർക്കൊന്നും ചങ്ങമ്പുഴയുടെ പിടിയിൽ നിന്ന് പുറത്തു പോകാനും പറ്റിയിട്ടില്ല. ഇതൊരു വലിയ വൈരുദ്ധ്യമാണ്. വിജയമാഷ് എപ്പോഴും പറയും വൈലോപ്പിള്ളിയുടെ ഏറ്റവും വലിയ പ്രശ്നം ചങ്ങമ്പുഴ ആവരുതെന്നാണ്. പക്ഷേ ചങ്ങമ്പുഴ കൂടെ ഉണ്ട്. അത് കുടിയൊഴിക്കലിൽ പോലും കാണാം. ധന്യനാം ഇടപ്പള്ളിയിലെ ഗാനകിന്നരൻ്റെ കവിതകൾ പാടിയെന്നാണ്. മൂപ്പരും കവിതയൊക്കെ എഴുതുന്നുണ്ട്. പക്ഷെ കാമുകി പാടുന്നത് ഈ ഗാനകിന്നരൻ്റെ കവിതയാണ് എന്നത് അത് ചിലതൊക്കെ ഉണ്ട് കേട്ടോ. ചങ്ങമ്പുഴയുടെ ആ ഒരു പദസംസ്കാരം ഒരുപക്ഷെ ഇപ്പോൾ ഓണപ്പാട്ടുകാർ നോക്കിയാൽ കാണാൻ പറ്റും. ഓണപ്പാട്ടുകാരിൽ ഒഴുകുന്ന ആ ഭാഷ എന്ന് പറയുന്നത് ചങ്ങമ്പുഴയിൽ നിന്ന് ഒഴുകി കയറിയതാണ് എന്ന് നമുക്ക് ആ പദസംസ്കാരം NVയെ പോലെ ഒരാളിൽ പോലും, NV ആണ് ചങ്ങമ്പുഴയോട് അങ്ങനെ ഇടഞ്ഞു നിന്ന പരിപൂർണാർത്ഥത്തിൽ. ആരോ പറയുന്നുണ്ട് NVയുടെ ഒരു കവിതാ സമാഹാരത്തിൻ്റെ പേര് ചാട്ടവാർന്നാണ്. ഇത് ചങ്ങമ്പുഴയെ തല്ലാനുള്ള ചാട്ടയാണെന്നാണ് അതേക്കുറിച്ച് പറഞ്ഞ് അങ്ങനെ എഴുതിയ ആളാണ്. NV ആണല്ലോ ഇത് മുഴുവൻ എന്താ പറയുക, കാൽപ്പനികമാകാതിരിക്കാൻ ഇങ്ങനെ ബോധപൂർവം ശ്രമിക്കുകയാണ്. ഒരു സമാഹാരത്തിൻ്റെ പേര് നീണ്ട കവിതകൾ എന്നാണ്, അടുത്ത സമാഹാരത്തിൻ്റെ പേര് കുറെക്കൂടി നീണ്ട കവിതകൾ. അതുകൊണ്ട് അപ്പം ഇപ്പുറത്തെന്താണ് മനസ്സിനി സ്പന്ദിക്കുന്ന അസ്ഥിമാടം ബാഷ്പാഞ്ജലി എന്നൊക്കെ ഇടുമ്പോഴാണ് ഈ നീണ്ട കവിതകൾ, കുറെക്കൂടി നീണ്ട കവിതകൾ എന്നൊക്കെ കവിതയ്ക്ക് പേരിട്ട് വരെ ചങ്ങമ്പുഴയിൽ. പക്ഷേ ആ NVയിൽ പോലും നിങ്ങൾക്ക് നന്നങ്ങാടിയിലൊക്കെ നോക്കിയാൽ ചങ്ങമ്പുഴയുടെ ഭാഷയുടെ വേറൊരു നിലയ്ക്കുള്ള സഞ്ചാരം കാണാൻ പറ്റും. ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ ചങ്ങമ്പുഴയുടെ അതുല്യമായൊരു പ്രഭ പടർന്നു നിൽക്കുന്ന ഒരു കാലത്തിന് ശേഷം ഏതാണ്ട് 48 എന്ന് പറയുന്നത് ചങ്ങമ്പുഴ അന്തരിച്ച വർഷം കൂടിയാണ്. 37 കൊല്ലം മാത്രം ജീവിച്ച് ചങ്ങമ്പുഴ പിൻവാങ്ങിയ വർഷമാണ്. ഇതിന് ശേഷമുള്ള ഒരു 1/4 നൂറ്റാണ്ട് മലയാള കവിതയിൽ 2 ധാരകൾ ശക്തമായി വരുന്നുണ്ട് എന്ന് കാണാൻ പറ്റും. ഒന്ന്, ചങ്ങമ്പുഴയും അല്ലെങ്കിൽ ചങ്ങമ്പുഴ പ്രതിനിധാനം ചെയ്തിരുന്ന ജീവിത ബോധ്യങ്ങളും അതിൻ്റെ അടിയിലൂടെ ഒഴുകിക്കൊണ്ടിരുന്ന മനുഷ്യ മഹത്വ സങ്കല്പങ്ങളും ഒക്കെ പല നിലയിലേക്ക് പല പ്രതിസന്ധികളിലേക്ക് നീങ്ങുന്നതിനെക്കുറിച്ചുള്ള സൂചനകൾ തെളിയുന്ന തരത്തിലുള്ള കവിതകൾ. ഒരുപക്ഷെ കാലവൈരുദ്ധ്യങ്ങളെ കൂടുതൽ തെളിയിക്കാനായിട്ട് കവിത ശ്രമിക്കുന്നൊരു കാലം. വൈലോപ്പിള്ളിയിൽ നമുക്കത് കാണാം, NVയിൽ കാണാം, എടശ്ശേരിയിൽ കാണാം, കുഞ്ഞിരാമൻ നായരിൽ കാണാം. ഈ വൈരുദ്ധ്യങ്ങൾ മുറുകി വരുന്ന ഒരു 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 കാവ്യ സന്ദർഭം അതിനകത്തുണ്ട്.
മനുഷ്യൻ എന്നൊക്കെ പറയുന്നതിനെക്കുറിച്ചുള്ള ചില സംശയങ്ങൾ തോന്നി തുടങ്ങിയിട്ടുള്ള കാലം. വൈലോപ്പിള്ളിയൊക്കെ അതൊരു നിലയ്ക്ക് നേരിട്ട് പറയുന്നുണ്ട്, എൻവിയും പറയുന്നുണ്ട്. ഞങ്ങൾ അല്പന്മാർ കാലമഴയേറ്റൊരേ കാക്കി മങ്ങലായി ഞങ്ങൾക്കുള്ള ജീവിത കുപ്പായങ്ങൾ എന്നെല്ലാം പറയുകയും നിങ്ങൾ എലികളോ മാനുഷരോ എന്ന് മനുഷ്യാവസ്ഥയെ പരിഹസിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഒരു പക്ഷേ നമ്മുടെ നവോത്ഥാന ഭാവനയെയും നമ്മുടെ ആധുനിക ലോകബോധത്തെയും ഒക്കെ വലിയ തോതിൽ നിർണയിച്ച മനുഷ്യനെന്ന സങ്കല്പത്തോടുള്ള ചില വിമർശനങ്ങൾ നമ്മുടെ കവിതയിൽ പ്രബലമായി വരുന്ന ഒരു ഘട്ടമാണ്, ഒരു ട്രാൻസിഷൻ ഫേസാണ്. ലീലാവ് ടീച്ചറൊക്കെ സംക്രമണകാലം എന്നൊക്കെ അതിനെ വിളിക്കുന്നുണ്ട്. ഇവരെയൊക്കെ അതിൻ്റെ പ്രതിനിധികളായി കാണുകയും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ മറുഭാഗത്താണ് നവോത്ഥാനത്തിൻ്റെയും ആധുനിക മനുഷ്യബോധത്തിൻ്റെയും ഒക്കെ മൂല്യങ്ങളെ കൂടുതൽ വികസിപ്പിക്കുകയും അതിന് കൂടുതൽ രാഷ്ട്രീയ ഉള്ളടക്കം നൽകുകയും അതിനെ സമകാലികമാക്കാൻ ശ്രമിക്കുകയും നിത്യജീവിത യാഥാർത്ഥ്യങ്ങളോട് അതിനെ ചേർത്ത് വയ്ക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാവ്യധാരയും രൂപപ്പെടുന്നുണ്ട്. ഈ രണ്ട് ധാരകളും തമ്മിൽ വലിയ ചേർച്ചകളുമുണ്ട്, വലിയ അകൽച്ചകളും ഉണ്ട്. വൈലോപ്പിള്ളി അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ വരിയിൽ ജീവിതത്തിൻ കടലേ ഞങ്ങൾ തൻ കവിതയ്ക്ക് മഷിപ്പാത്രം എന്നത് മറ്റൊരു ധാരയോടുള്ള വിമർശനമായിട്ട് പറയുന്നതാണ്, മിക്കവായിട്ടും ചങ്ങമ്പുഴയോട്. ജീവിതത്തിൻ്റെ കടല് കവിതയുടെ മഷിപ്പാത്രമാക്കാൻ ശ്രമിക്കുകയും മറുഭാഗത്ത് ചങ്ങമ്പുഴയൊക്കെ രൂപപ്പെടുത്തിയ കാവ്യഭാഷയുടെയും കൽപ്പനാലോകത്തിൻ്റെയും പിടി അയ്യാതിരിക്കുകയും ചെയ്യുന്ന ഒരു സവിശേഷ പ്രകാരം മലയാള കവിതയിൽ 40കളുടെ അവസാനം മുതൽ വികസിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇത് വാസ്തവത്തിൽ ഒരു വൈരുദ്ധ്യമാണ് എന്നും വേണമെങ്കിൽ പറയാം. കാരണം ഈ വൈരുദ്ധ്യം ഇപ്പോൾ അത് ഏറ്റവും സമർത്ഥമായിട്ട് സൂചിപ്പിച്ചത് വയലാർ കവിതകൾക്ക് എഴുതിയ അവതാരികളിൽ ഏറ്റവും സൂക്ഷ്മതയുള്ള അവതാരികളിൽ ഒന്ന് എഴുതിയ NV കൃഷ്ണവാര്യരാണ്. NV അദ്ദേഹത്തിൻ്റെ കൊന്തയും പൂണൂലും എന്ന സമാഹാരത്തിന് എഴുതിയ അവതാരികയിൽ ഈ കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. അത് ഈ വൈരുദ്ധ്യമുണ്ടാവുക എന്നുള്ളത് കവിതയുടെ ഒരു തകരാറൊന്നുമല്ല കേട്ടോ, കവിതയുടെ ഒരു ഗുണമാണ്. നമ്മുടെ കാലത്ത് ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കവിതയും കലയും ഒക്കെ ക്ലിയർ സ്റ്റേറ്റ്മെൻ്റ് ആവണമെന്ന് കരുതുന്ന ഒരു അസംബന്ധത്തിൻ്റെ കാലമാണ് എന്നതുകൊണ്ടാണ് ഞാനിത് എടുത്ത് പറയുന്നത്. കവിതയുടെ ഒരു അടിസ്ഥാന ശേഷി എന്ന് പറയുന്നത് വൈരുദ്ധ്യങ്ങളെ തെളിയിച്ചെടുക്കാനുള്ളതാണ്, വൈരുദ്ധ്യങ്ങളെ പുറത്തു കൊണ്ടുവരലാണ്. ഏത് നല്ല കവിതയിലും ഏത് നല്ല കലാവസ്തുവിലും വളരെ ആഴമുള്ള വൈരുദ്ധ്യങ്ങളുണ്ടാവും. ആ വൈരുദ്ധ്യങ്ങളെ ഒരുപക്ഷെ നമ്മുടെ സാമൂഹിക ധാരണകൾ കൊണ്ടോ നമ്മുടെ ആശയവ്യവസ്ഥകൾ കൊണ്ടോ നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്ത വൈരുദ്ധ്യങ്ങളിൽ വേരാഴ്ത്തി നിന്നിട്ടാണ് വാസ്തവത്തിൽ കല പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് വൈരുദ്ധ്യങ്ങളെ പരിഹരിക്കലല്ല, വൈരുദ്ധ്യങ്ങളിലേക്ക് നമ്മെ കൂടുതൽ ചേർത്ത് നിർത്തലാണ് കലയുടെ മൗലികമായ താല്പര്യം. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഈ വൈരുദ്ധ്യങ്ങളുള്ള ഒന്നാണ്. യാഥാർത്ഥ്യം വൈരുദ്ധ്യരഹിതമായ നമ്മളുടെ സുനിശ്ചിതമായി കറുപ്പും വെളുപ്പും എന്ന പോലെ വേർതിരിഞ്ഞു നിൽക്കുന്ന അവസ്ഥകളുടെ ലോകമല്ല യാഥാർത്ഥ്യത്തിൻ്റേത്, മറിച്ച് വലിയ കലർപ്പിൻ്റെയാണ്. ഈ കലർപ്പിൻ്റെ പ്രകാരങ്ങളെ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് കവിതയുടെ കലയുടെ പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ്. അതുകൊണ്ട് നല്ല കവിതയിലൊക്കെ വലിയ വൈരുദ്ധ്യങ്ങൾ പലപ്പോഴും കാണും. ഇപ്പോൾ വൈലോപ്പിള്ളിയെ നോക്കിയാൽ നിങ്ങൾക്കറിയാം, വൈലോപ്പിള്ളി ഒരു കവിത പറഞ്ഞു വന്നിട്ട് മുപ്പരതിനൊരു പരിഹാരം ഉണ്ടാക്കും. ആ പരിഹാരമായിരിക്കും ആ കവിതയിലെ ഏറ്റവും മോശം കാര്യം. ആ കവിതയൊന്നും നിൽക്കില്ല. കുടിയൊഴുക്കിൽ വായിച്ചു നോക്കി അവസാനം ജീവിടുകളുടെ പാട്ടുണ്ട്. ആ കവിതയുടെ മുറുക്കം മുഴുവൻ വാസ്തവത്തിൽ ജീവിടുകളുടെ പാട്ടിൽ ഏതാണ്ട് ദുർബലമായിട്ടുണ്ടെന്ന് കാണാൻ പറ്റും. അല്ലെങ്കിൽ കണ്ണീർപ്പാടത്തിൻ്റെ അവസാനം പോംവഴി എന്ത് എളുപ്പമായെന്നോ എന്നൊരു വരി പുള്ളി ഒരു ആശ്വാസത്തിന് എഴുതിയിട്ടുണ്ട്. ഒരു പോംവഴിയില്ല, ഒരു എളുപ്പമില്ല. അതുകൊണ്ട് ചങ്ങമ്പുഴയുടെ ഒക്കെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂപ്പർക്കെതിരെ മൂപ്പർ തന്നെ പറഞ്ഞോളും. വേറെ ഒരാൾ ഇത് പറഞ്ഞ് വിപരീതമൊന്നും ഉണ്ടാക്കണ്ട. അടുത്ത ആഴ്ച പുള്ളിക്കെതിരെ പുള്ളി എഴുതും. അങ്ങനെ വൈരുദ്ധ്യം അതൊരു പോരായ്മയൊന്നുമല്ല. ഒരു ഘട്ടത്തിൽ അത് പോരായ്മയെന്ന് കരുതിയിരുന്നു. ചങ്ങമ്പുഴയെക്കുറിച്ചുള്ള ഒരു കൗതുകം, ചങ്ങമ്പുഴയ്ക്ക് ഇങ്ങനെ പലത് പറയുന്നൊരു രീതി ഉള്ളതുകൊണ്ട് ചങ്ങമ്പുഴയ്ക്കൊരു നിലപാടില്ല എന്നൊരു വിമർശനം വരികയും തൃപ്പൂണിത്തുറയിൽ മഹാത്മാ വായനശാലയിൽ യോഗം ചേർന്നിട്ട് ചങ്ങമ്പുഴ കവിത എഴുത്ത് നിർത്തണം എന്നൊരു പ്രമേയം പാസ്സാക്കുകയും ചെയ്തു. ചങ്ങമ്പുഴ അതിനെക്കുറിച്ചും കവിത എഴുതി. അതാണ് പ്രതികാരം. അങ്ങനെ
ഞാൻ പറഞ്ഞത് ഇത് കവിതയുടെ ഒരു വലിയ സാധ്യതയാണ്, ഒരു പോരായ്മയല്ല. വയലാറിലേക്ക് നോക്കിയാൽ അത് 20ാം നൂറ്റാണ്ടിലെ ആദ്യഘട്ടത്തിലെ വലിയ സാഹിത്യ ചിന്തകന്മാരിലൊരായിരുന്ന ക്രിസ്റ്റഫർ കോഡ്വെൽ ഒരു ഘട്ടത്തിൽ പറയുന്ന രസമുള്ളൊരു വാക്യമുണ്ട്. അദ്ദേഹം പറയുന്നത്, നിങ്ങൾക്ക് കവിതയ്ക്കകത്തേക്ക് കടക്കണമെങ്കിൽ കവിതയ്ക്ക് പുറത്ത് കടക്കണം. ഇഫ് യു വാണ്ട് ടു ഗെറ്റ് ഇൻ ടു പോയട്രി, ഫസ്റ്റ് ഓഫ് ഓൾ ഗെറ്റ് ഔട്ട് ഓഫ് പോയട്രി, ആൻഡ് ടു ഗെറ്റ് ഔട്ട് ഓഫ് പോയട്രി ഗെറ്റ് ഇൻ ടു ദ സൊസൈറ്റി എന്ന് അദ്ദേഹം പറയും. കവിതയ്ക്കകത്ത് കടക്കാൻ കവിതയ്ക്ക് പുറത്ത് കിടക്കണം. കവിതയ്ക്ക് പുറത്ത് കിടക്കുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിനകത്ത് കിടക്കലാണ് എന്ന് പറയും. ഈ ജീവിതത്തിനകത്ത് കിടക്കുമ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഏകമാനമായി കറുപ്പും വെളുപ്പുമായിട്ട് നേർവരയിൽ നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമല്ല ഈ ജീവിതം എന്ന് പറയുന്നത്. അത് കലങ്ങിക്കൂടി നിൽക്കുകയാണ്. ഈ കലങ്ങിക്കൂടലിനെ എങ്ങനെയാണ് കവിത മനസ്സിലാക്കുന്നത് എന്നത് ഒരു പ്രശ്നമാണ്. ആ മനസ്സിലാക്കൽ കവിതയെ തന്നെ ചിലപ്പോൾ അസ്വാസ്ഥ്യപ്പെടുത്തി എന്ന് വരും. കവിതയുടെ രൂപസംവിധാനങ്ങളെ ഇളക്കിക്കളഞ്ഞു എന്ന് വരും. കവിതയുടെ ക്രമങ്ങളെയും കാവ്യസങ്കല്പങ്ങളെയും ശിഥിലീകരിച്ചു എന്ന് വരും. അങ്ങനെയുള്ള ശൈഥില്യങ്ങളൊക്കെ കവിതകളിൽ പലപ്പോഴും വരും. ഇപ്പോൾ കുമാരനാശാൻ കവിത എഴുതിക്കൊണ്ടിരുന്ന കാലത്ത് കുമാരനാശാൻ ധാരാളമായിട്ട് ഈ നിരർത്ഥക ശബ്ദങ്ങൾ എന്ന് വിളിക്കുന്നവ കവിതയിൽ ഉപയോഗിക്കും. ഹാ, അഹഹ, ഹന്ത എന്നെല്ലാം പറഞ്ഞിട്ട് ഉപയോഗിക്കും. അപ്പം അന്നത്തെ നിരൂപകന്മാരിൽ ചിലരെങ്കിലും കരുതിയിരുന്നത് വൃത്തമൊപ്പിച്ച് എഴുതാൻ പറ്റാത്തതുകൊണ്ട് ഗ്യാപ്പ് വന്ന സ്ഥലത്ത് ഈ ശബ്ദം കരുത്തുന്നതാണ്. അപ്പോൾ ഒരു വൃത്തം പൂർത്തിയായില്ലെങ്കിൽ അഹഹ എന്ന് ചേർത്ത് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആവുമല്ലോ, അങ്ങനെ ചേർക്കുന്നതാണ്. വാസ്തവത്തിൽ അതല്ല കേട്ടോ. അനുഭവത്തിൻ്റെ പുതിയൊരു പ്രകാരം വികസിച്ച് വരുമ്പോൾ നിലനിൽക്കുന്ന ഭാഷ കൊണ്ടോ കാവ്യശൈലി കൊണ്ടോ അതിനെ അഭിസംബോധന ചെയ്യാൻ പറ്റാണ്ടാവുമ്പോൾ ഒരു കവി അതിനൊരു പ്രകാരം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ഹാ പുഷ്പമേ എന്ന് തുടങ്ങുന്നത് വേറൊരു നിലയ്ക്ക് തുടങ്ങാൻ പറ്റാഞ്ഞിട്ടല്ല, മറിച്ച് ഒരു പുതിയ അനുഭവസ്ഥാനം വന്നിരിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം മലയാളത്തിലെ ഈശ്വര എന്നുള്ള വാക്ക് ഏറ്റവും വികാരനിർഭരമായി പ്രയോഗിക്കപ്പെട്ട ഒരു സന്ദർഭമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ചിന്താവിഷ്ടയായ സീതയിൽ സീത പറയുന്ന ഒരു വരിയുണ്ട്. പെരുകും പ്രണയാനുബന്ധമാം ഒരു പാശം വശമാക്കി ഈശ്വര, കുരുതിക്കുഴിയുന്നു നാരിയെ പുരുഷന്മാരുടെ ധീരമാനിത എന്ന് പറയും. അവിടെ രാമനോടുള്ള തൻ്റെ സ്നേഹവായ്പ മുഴുവൻ ഒരു ഭാഗത്ത്, മറിച്ച് ഈ രാജത്വത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും പ്രതിനിധിയായി നിന്ന് തന്നെ കാട്ടിലെറിഞ്ഞ രാമനോടുള്ള വിമർശനം മറുഭാഗത്ത്, ഇതിൻ്റെ അഗാധമായൊരു വൈരുദ്ധ്യത്തിനുള്ളിൽ നിന്നിട്ടാണ് ഈശ്വര എന്ന വാക്ക് ഇത്രമേൽ ആഴത്തിൽ മലയാളത്തിൽ ഒരുപക്ഷെ ആശാൻ എഴുതി ചേർക്കുന്നത്. അത് ഈശ്വര എന്നുള്ളൊരു വെറും വാക്കൊന്നുമല്ല, അതിനകത്ത് അനുഭവത്തിൻ്റെ ഒരു പുതിയ പ്രതലം വരുന്നുണ്ട്. ഇങ്ങനെ കവിതയ്ക്കകത്ത് ധാരാളം വൈരുദ്ധ്യങ്ങൾ കവികൾ നിറച്ചു വയ്ക്കും. അത് കവിതയുടെ ഒരു വലിയ സാധ്യതയാണ്. അല്ലാതെ സാമൂഹ്യ സിദ്ധാന്തങ്ങളിലും മറ്റും നമ്മൾ കാണുന്നത് പോലെ യാഥാർത്ഥ്യം ഇതാണ്, അതിൻ്റെ വിശദീകരണമാണ് ഈ കവിത എന്ന മട്ടിലൊരു കവിത എഴുതിയിട്ട് ഒരു കാര്യവുമില്ല. അതിലും നല്ലത് ആ പുസ്തകം സിദ്ധാന്തം വായിക്കലാണല്ലോ. ഇപ്പോൾ തിരുവിതാംകൂർ ചരിത്രം അറിയാനായിട്ട് നിങ്ങൾ മാർത്താണ്ഡവർമ്മ വായിക്കരുത്, സി വി രാമപിള്ളയും വായിക്കരുത്, ചങ്കുണ്ണി മേനോനെ വായിക്കണം. ചങ്കുണ്ണി മേനോൻ വായിച്ച് എന്താ തിരുവിതാംകൂർ കൊട്ടാര ചരിത്രം എന്നറിയണം. സി വി രാമപിള്ള വായിക്കുന്നത് വേറൊരു കാര്യത്തിനാണ്, അത് ഇതിനപ്പുറത്ത് ഇരുട്ട് കാണാനാണ്. എന്നതുപോലെ ഏതെഴുത്തിലും വലിയൊരു ആഴമുള്ള എഴുത്തിലൊക്കെ ഈ കാലവൈരുദ്ധ്യങ്ങൾ വരും. വയലാറിൽ എങ്ങനെയാണ് ഈ കാലവൈരുദ്ധ്യം പ്രവർത്തിച്ചതെന്ന് നോക്കിയാൽ, ഒരു പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ അവതാരികയിൽ NV സൂചിപ്പിക്കുന്ന ഒരു കാര്യം, വയലാറിൽ രണ്ട് കാവ്യ അല്ലെങ്കിൽ സാഹിത്യ ഭാവുകത്വങ്ങൾ തമ്മിൽ ഇടഞ്ഞു ഇണങ്ങി നിലനിൽക്കുന്നുണ്ട്. അത് വയലാറിൽ മാത്രമല്ല, ഒരു പക്ഷേ നമ്മുടെ ആധുനിക മലയാള കവിതയുടെ നവോത്ഥാന ഭാവുകത്വത്തിനുള്ളിലൊക്കെ ഈ പ്രശ്നമുണ്ട്. അത് ഒന്ന് റിയലിസത്തിൻ്റേതും മറ്റൊന്ന് റൊമാൻറ്റിസിസത്തിൻ്റേതുമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. റൊമാൻറ്റിസിസം ആദർശാത്മകമായ കാവ്യസുന്ദരമായ കൽപ്പനാലോകങ്ങളെ കൊണ്ടുവന്ന് അതിലൂടെ ഒരു ആദർശാത്മക സൗന്ദര്യത്തെ സൃഷ്ടിക്കാൻ കൂടുതൽ ശ്രമിക്കുമ്പോൾ, വ്യക്തി മഹത്വത്തിലേക്ക് ഉയർന്നു പൊങ്ങാൻ ശ്രമിക്കുമ്പോൾ, വിദൂരഭൂതങ്ങളെ മഹത്വവൽക്കരിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ, റിയലിസ്റ്റുകൾ ചെയ്യുക യാഥാർത്ഥ്യത്തിൻ്റെ കൂടുതൽ അടുത്ത് നിന്ന്, യാഥാർത്ഥ്യത്തോടടുത്ത് നിന്ന് ഈ കാൽപ്പനികത ഉണ്ടാക്കുന്ന ആദർശ ലോകങ്ങളെ ഒലയ്ക്കുക എന്നതാണ്. കാൽപ്പനികതയുടെ ആദർശാത്മകതയോടുള്ള വല്ലാത്തൊരു അകലം റിയലിസ്റ്റുകൾ കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ മലയാളത്തിലെ ഏറ്റവും സൂക്ഷ്മദൃക്കായ ഒരു നിരൂപകൻ
റിയലിസത്തെ പരാജയ പ്രസ്ഥാനം എന്ന് വിളിച്ചത്. റിയലിസം ഉള്ളതിനുള്ളതുപോലെ കാണിക്കലല്ല, റിയലിസം ഒരു പരാജയത്തെ സൂചിപ്പിക്കുന്നുണ്ട്. മനുഷ്യാവസ്ഥയ്ക്ക് നേരിടുന്ന ഒരു വലിയ പരാജയം റിയലിസത്തിനുള്ളിലുണ്ട്. ഈ പരാജയവും കാൽപ്പനികതയുടെ ഭാവമണ്ഡലവും തമ്മിൽ ചേരില്ല. പക്ഷേ വയലാർ ഇത് ചേർക്കാൻ ശ്രമിക്കുന്നുണ്ട്. വയലാർ മാത്രമല്ല, നമ്മുടെ പല റിയലിസ്റ്റ് എന്ന് നമ്മൾ വിളിക്കുന്നതിനുള്ളിൽ വാസ്തവത്തിൽ ഇപ്പോൾ ഓടയിൽ നിന്നിലെ പപ്പു ഒരു റിയലിസ്റ്റാണ് എന്ന് പറയുമ്പോഴും പപ്പുവിൻ്റെ കൽപ്പനാലോകം എന്ന് പറയുന്നത് ഒരു പരാജയത്തിൻ്റെ അല്ലെങ്കിൽ ഒരു കാൽപ്പനികതയുടെ അംശത്തെ ഏറി മുമ്പോട്ട് നിർത്തുന്ന ഒന്നാണ് എന്ന് കാണാനായിട്ട് പറ്റും. ഇത് ഒരു ഘട്ടം വരെ നമ്മുടെ ആധുനിക ഭാവുകത്വത്തിൻ്റെ അടിസ്ഥാനപരമായ ഒരു വൈരുദ്ധ്യമാണ്. ഈ വൈരുദ്ധ്യം പരിഹരിക്കപ്പെട്ടിട്ടൊന്നുമില്ല. വയലാറിലെത്തുമ്പോഴേക്കും അത് കൂടുതൽ പ്രബലമായി വരുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഈ വൈരുദ്ധ്യമാണ് വയലാർ കവിതയുടെ ഒരു ആധാരശില എന്ന് NV പറയുന്നത് വളരെ ശ്രദ്ധേയമാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. NV ഒരു കവിയായിരുന്നു എന്നതുപോലെ തന്നെ അത്ര സൂക്ഷ്മതയുള്ള ഒരു നിരൂപണ ദൃഷ്ടിയും NVക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ വൈലോപ്പിള്ളിയുടെ കുടിയൊഴിക്കലിന് എഴുതിയ അവതാരിക ഒരുപക്ഷെ ആ അവതാരികയിൽ NV സൂചിപ്പിച്ച അടിസ്ഥാന പ്രശ്നമാണ് പിന്നീട് കഴിഞ്ഞ ഒരു അരമുക്കാൽ നൂറ്റാണ്ടായി ആ കവിതയെക്കുറിച്ചുള്ള ആലോചനകളുടെ ആധാരമായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നത്. അത്ര സൂക്ഷ്മതയോടെ NV ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് പുതുതായി വികസിച്ചു വരുന്ന കേരളീയ മധ്യവർഗത്തിൻ്റെ ആന്തരിക സംഘർഷങ്ങൾ ഈ കവിതയുടെ അടിപ്പടവായിരിക്കുന്നത്. വയലാറിൽ എന്താണ് സംഭവിക്കുന്നത്? ഒരു ഭാഗത്ത് കേരളീയ ആധുനികത്വത്തെ രൂപപ്പെടുത്തിയ കാൽപ്പനികതയുടെ ഒരു പ്രഭാവം, അതിൻ്റെ പദകോശം, അതിൻ്റെ സൗന്ദര്യകൽപ്പനകൾ ഒക്കെ വയലാർ നിലനിർത്തുന്നു. മറുഭാഗത്ത് 46-ലെ വയലാർ കലാപം, കേരളത്തിൽ വികസിച്ചു വന്ന ഇടതുപക്ഷ രാഷ്ട്രീയം, അതിൻ്റെ സാമൂഹികവും രാഷ്ട്രീയവുമായ മുൻകൈകൾ, ഇതിനോടെല്ലാം വയലാർ ചേർന്ന് നിൽക്കുകയും ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും ഇത് തമ്മിൽ അങ്ങനെ നേരെ ചേർന്ന് പോവുക എളുപ്പമല്ല. കാരണം പുതുതായി വികസിച്ചു വരുന്ന ഒരു സാമൂഹിക വർഗത്തിൻ്റെ ഭാവനയെ നിലനിൽക്കുന്ന ഭാഷാസ്വരൂപത്തിൽ അതേപടി നിങ്ങൾക്ക് സന്നിവേശിപ്പിക്കുക എളുപ്പമല്ല. അവ തമ്മിലൊരു വൈരുദ്ധ്യം ഉണ്ടാവും. കാരണം ഒരു പുതിയ ഭാഷ എന്ന് പറയുന്നത് ഒരു സമൂഹ ബന്ധത്തെയും ലോകബന്ധത്തെയും കൂടി ഉൾക്കൊള്ളുന്നുണ്ട്. അതുകൊണ്ട് ഒരു പുതിയ സാമൂഹ്യ വർഗം, ഇപ്പോൾ വയലാറിനെ സംബന്ധിച്ചാണെങ്കിൽ 1930-കളോടെ ഉണർന്നു വരികയും 40-കളിലും 50-കളിലും ഒക്കെ കേരളീയ ജീവിതത്തിൻ്റെ കേന്ദ്രചാലക ശക്തികളായി മാറുകയും ചെയ്ത തൊഴിലാളികളുടെയും അധസ്ഥിതരായ മനുഷ്യരുടെയും ജീവിതമാണ് അദ്ദേഹത്തിൻ്റെ കവിതയുടെ ഒരു പ്രഭവമായി തീർന്നത്. അതിലേക്ക് സഞ്ചരിക്കുന്ന ധാരാളം വഴികൾ അദ്ദേഹത്തിൻ്റെ കാവ്യജീവിതത്തിൽ കാണാം. ഒരുപക്ഷെ സിനിമാ ഗാനങ്ങളിൽ കാണില്ല കേട്ടോ. സിനിമാ ഗാനങ്ങളിൽ ഈ അംശം കവിതയിലുള്ള പോലെ അത്ര പ്രബലമല്ല. വാസ്തവത്തിൽ വയലാറിനെക്കുറിച്ച് നേരത്തെ ജയകുമാർ സാറ് പറഞ്ഞ ഒരു കാര്യം ഇവിടെ ഓർക്കണം. സിനിമാ ഗാനങ്ങൾ കൊണ്ട് മറച്ചു വയ്ക്കപ്പെട്ട ഒരു കാവ്യജീവിതമാണ് വാസ്തവത്തിൽ വയലാറിൻ്റേത്. അതുകൊണ്ട് വയലാറിൻ്റെ കവിതകളിൽ തെളിയുന്ന പലതരത്തിലുള്ള സഞ്ചാരങ്ങളെ മിക്കവാറും നമ്മൾ ഇന്ന് ഓർക്കുന്നില്ല. മറിച്ച് അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളിൽ തെളിയുന്ന, ഇത് അദ്ദേഹത്തിന് മാത്രമല്ല, ഇന്ത്യയിൽ ഇത് വളരെ കൂടുതൽ സംഭവിച്ചിട്ടുള്ള മറ്റൊരു വലിയ എഴുത്തുകാരൻ ടാഗോറാണ്. ടാഗോർ അദ്ദേഹത്തിൻ്റെ കാലത്ത് ജീവിച്ച ഏറ്റവും വലിയ ദാർശനികരിൽ ഒരാളായിരുന്നു, ഏറ്റവും വലിയ സാമൂഹ്യ ചിന്തകനായിരുന്നു. പക്ഷേ കവിതയുടെ പ്രഭാവലയം ടാഗോറിൻ്റെ ചിന്താമണ്ഡലത്തെക്കുറിച്ചുള്ള തിരിച്ചറിവിൽ നിന്ന് മിക്കവാറും നമ്മളെ അകറ്റിക്കളഞ്ഞു. ഒരുപക്ഷേ 1920-കളിൽ തന്നെ ദേശീയത എന്ന ആശയത്തോട് നിശിതമായ വിമർശനങ്ങൾ ഉയർത്തിയിരുന്ന ഒരാളാണ് ടാഗോർ. ഒരുപക്ഷെ നമ്മളതേക്കുറിച്ച് ഓർക്കുന്നത് വീണ്ടും ഒരു നൂറ്റാണ്ട് കഴിഞ്ഞിട്ടാണ്. ടാഗോറിൻ്റെ ഈ കവിതയുടെ ഒരു പ്രഭ കൊണ്ട് എന്നതുപോലെ ഗാനപ്രപഞ്ചം അത്ര ആകർഷവും ഹൃദ്യവുമായതുകൊണ്ട് വയലാർ കവിതയിലെ ഈ പല സഞ്ചാരങ്ങളെ, പല വൈരുദ്ധ്യങ്ങളെ, അതിൻ്റെ പിന്നിലെ സാമൂഹികമായ ബലങ്ങളെ ഒരുപക്ഷെ നമുക്ക് തിരിച്ചറിയാൻ പറ്റിയെന്ന് വരില്ല. ഒപ്പം തന്നെ വയലാർ തൻ്റെ കാവ്യഭാഷയും താൻ അഭിസംബോധന ചെയ്യുന്ന ജീവിത ലോകവും തമ്മിലുള്ള വൈരുദ്ധ്യങ്ങളെ എങ്ങനെയാണ് പരിഹരിക്കാൻ ശ്രമിച്ചത്, അല്ലെങ്കിൽ പരിഹരിക്കാൻ കഴിഞ്ഞോ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ അവിടെ ചോദിക്കുകയും ചെയ്യാം. ഇത് എളുപ്പമുള്ള കാര്യമല്ല. ഒരുപക്ഷെ ഇതിൽ നിന്ന് നേരെ ഇങ്ങോട്ട് തിരിച്ചു വന്നാൽ ഈ പ്രശ്നം വരുന്ന മറ്റൊരു കാവ്യ സന്ദർഭം കുടിയൊഴിക്കലിലുണ്ട്. കുടിയൊഴിക്കലിലെ കവി ഒരു മധ്യവർഗ നായകനാണ്. അയാൾ കവിതയുടെ ലോകത്ത് സഞ്ചരിക്കുന്ന ആളാണ്. വേണമെങ്കിൽ വയലാറിനെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന കൽപ്പനകൾ അതിനകത്തുണ്ട്. വിദ്യുത ഇന്ദ്രധനുസുകൾ ചൂഴും സത്യസൗന്ദര്യ ഗോപുരം പൂകെ
എന്നൊക്കെ എഴുതുന്നത് ഈ ചന്ദ്രകളഭം ചാർത്തി ഉറങ്ങും തീരം ഇന്ദ്രധനുസിൻ തൂവൽ കൊഴിയും നേരം എന്നൊക്കെ വയലാർ അവിടെ നിന്ന് കൂടി എടുത്തതാകാം. അതും ചങ്ങമ്പുഴയിൽ നിന്ന് വന്നതാണ് കേട്ടോ. അദ്വൈതാമല ഭാവസ്പന്ദിത വിദ്യുന്മേഖല പൂകി ഞാൻ എന്ന് മനസ്സിനിയിൽ വൈലോപ്പിള്ളി ചങ്ങമ്പുഴ എഴുതിയതിൻ്റെ തുടർച്ച വൈലോപ്പിള്ളിയുടെ ഒരു തുടർച്ച വയലാറിലും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമില്ല. അതൊന്നും കുറ്റമൊന്നുമല്ല കേട്ടോ. ഇതെല്ലാം ഭാഷയുടെ സ്വതന്ത്ര സഞ്ചാരത്തിൻ്റെ, നിങ്ങളൊരു വാക്കെടുക്കുമ്പോൾ വാക്ക് ചരിത്രത്തിൽ അതിനകം ഒരുപാട് ജീവിച്ചിട്ടുണ്ടാവും. അത് ചിലത് ഓർമ്മയിലുണ്ടാവും, ചിലതൊരു ഭാവ സംസ്കാരമായിട്ട് ഉള്ളിൽ കിടക്കായിരിക്കും. ഇപ്പോൾ ഖസാക്ക് തുടങ്ങുന്നത് പെരുവഴി അമ്പലം തേടി എന്നാണ്. ഈ പെരുവഴി അമ്പലം എഴുത്തച്ഛൻ ഉണ്ടാക്കിയതാ. പാന്തർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി വന്നുടൻ കൂടും ഒരു ദിനം. അത് ഓർത്തിട്ട് എഴുതിയെന്നൊന്നും ആവണമെന്നില്ല. ആ വാക്കിന് ഇങ്ങനെ ഒരു അർത്ഥമണ്ഡലം ഭാഷയിൽ വരും. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ മധ്യവർഗക്കാരനായ ഒരു കവി കവിത എഴുതാനിരിക്കുന്നു. പക്ഷേ പുതിയൊരു സാമൂഹ്യവർഗം ഉയർന്നു വരുന്നു. ആ സാമൂഹ്യവർഗവും മധ്യവർഗ ബോധവും തമ്മിലുള്ള വൈരുദ്ധ്യത്തെ വൈലോപ്പിള്ളി ആവിഷ്കരിക്കുന്നത് ഭാഷയിൽ ഒരു വലിയ സംഘർഷമായിട്ടാണ്. ആ ശ്ലോകം ശ്രദ്ധിക്കേണ്ടതാണ്. വിദ്യുതൈന്ദ്ര ധനുസ്സുകൾ ചൂഴും സത്യസൗന്ദര്യ ഗോപുരം പൂകെ തള്ളിയേറുമൻ കാതിലൊരൂറക്കള്ള് നാറും തെറിയിട പൂരം എന്നാണ്. ഇത് രണ്ട് ഭാഷാ വ്യവസ്ഥകൾ തമ്മിലുള്ള വൈരുദ്ധ്യം, രണ്ട് ലോകക്രമങ്ങൾ, രണ്ട് സാമൂഹിക വർഗങ്ങൾ തമ്മിലുള്ള വൈരുദ്ധ്യമായി മാറുകയാണ്. അങ്ങനെ ഭാഷയിൽ എട്ടുപൊട്ടി വൈലോപ്പിള്ളി ഉടനീളം ഇത് ചെയ്യുന്നുണ്ട് എന്ന് കാണാൻ പറ്റും. ചെറ്റയാം വിടൻ ഞാൻ എന്നോ അങ്ങനെയൊക്കെയുള്ള ഇങ്ങനെ ഭാഷയ്ക്കകത്ത് തന്നെ ഭാഷയെ അലോസരപ്പെടുത്തുന്ന ഒരു പുതിയ യാഥാർത്ഥ്യത്തെ കവിതയിൽ കൊണ്ടുവരാനുള്ള ശ്രമം ചില കവികൾ നടത്തും. വയലാറിലെത്തുമ്പോഴാകട്ടെ, വയലാർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, എൻ വി സൂചിപ്പിച്ചതുപോലെ, കാൽപ്പനികമായ ഒരു ഭാവുകത്വത്തെ ഒരു ഭാഗത്തും അതിനെ മുൻനിർത്തിക്കൊണ്ട് സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ നോക്കാനുള്ള ശ്രമം മറുഭാഗത്തും നടത്തുകയും ഇതിൻ്റെ ആന്തരിക സംഘർഷങ്ങളെ കവിത കൊണ്ട് ഏറെയൊന്നും അഭിമുഖീകരിക്കാതെ അതിനെ പ്രമേയപരമായിട്ട് പരിചരിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്ന കാര്യം എൻ വി സൂചിപ്പിക്കുന്നുണ്ട്. ഒരുപക്ഷെ വയലാർ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ കവിതകളിലൊന്നാണ് റിയലിസവും റിയാലിറ്റിയും എന്ന് പറയുന്നത്. അത് പ്രധാനപ്പെട്ടൊരു കവിതയാണ്. എന്താണ് യാഥാർത്ഥ്യം, എന്താണ് കാവ്യ യാഥാർത്ഥ്യം എന്നതിനെക്കുറിച്ചിട്ട് അദ്ദേഹത്തിന് തന്നെ ഉള്ള ഒരു വിശദീകരണം അതിനകത്തുണ്ട്. എൻ്റെ ചിത്രത്തിലെ പൂവിന് കൂടുതൽ ഉണ്ടായിരിക്കാം ദലങ്ങൾ എന്ന് അദ്ദേഹം അതിലെഴുതുന്നു. പിന്നെ പറയുന്നത്, ക്യാമറ ചില്ലിൽ പതിഞ്ഞേക്കും ആ കൊച്ചു പൂവിൻ യഥാതഥ രൂപം. എൻ്റെ ഈ ക്യാൻവാസിൽ നിങ്ങൾ കണ്ടില്ലെങ്കിൽ എന്നെ പഴിക്കരുതാരും. നിങ്ങൾക്കൊരു ക്യാമറ ചിത്രമായിട്ട് കിട്ടുന്ന യാഥാർത്ഥ്യം അല്ല എൻ്റെ യാഥാർത്ഥ്യം എന്നത് പറയുകയും, ഒന്നിൽ പ്രകൃതിയും മാനവാത്മാവുമായി ഒന്നു ചേരുന്നത് കാണാം, ഒന്നിൽ പ്രകൃതിയെ ഇത്തിരി ചില്ലിൻ്റെ മുന്നിൽ നിൽക്കുന്നതും കാണാം. ഒന്ന് ക്യാമറ കണ്ണിൻ്റെ മുമ്പിൽ വരുന്നൊരു യഥാർത്ഥത്വമാണ്. മറ്റൊന്നിൽ ഞാൻ എൻ്റെ അനുഭവ സഞ്ചയത്തെ കൂടി ചേർത്തിട്ട് സൃഷ്ടിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യമാണ് കവിതയിലെ യാഥാർത്ഥ്യമായി തീരുന്നത്. നമ്മുടെ മറ്റൊരു വലിയ കവി അതിനെ കൂടുതൽ വിശദീകരിച്ചിട്ടുണ്ട്. അവകൾ കിനാവുകളെന്നാം ശാസ്ത്രം, കളവുകളെന്നാം ലോകചരിത്രം, അവയിലുമേറെ യഥാർത്ഥം ഞങ്ങളുടെ ഹൃദയ നിമന്ത്രിത സുന്ദര തത്വം എന്ന് വൈലോപ്പിള്ളി എഴുതുന്നുണ്ട്. ഇങ്ങനെ യാഥാർത്ഥ്യത്തെ ഒന്ന് പുനഃക്രമീകരിക്കാൻ താൻ ശ്രമിക്കുന്നുണ്ട്. അതിൽ ഒന്നിൽ പ്രകൃതിയും മാനവാത്മാവുമായി ഒന്നു ചേരുന്നത് കാണാം, ഒന്നിൽ പ്രകൃതി ഒരിത്തിരി ചില്ലിൻ്റെ മുന്നിൽ നിൽക്കുന്നതും കാണാം. ഇങ്ങനെ പകർത്തി വെച്ച ഒന്നല്ല, മറിച്ച് തൻ്റെ അനുഭവ സഞ്ചയത്തോട് ചേർത്ത് പുതുക്കി പണിത ഒന്നാണ് എന്ന ഒരു വിശദീകരണം അദ്ദേഹം തൻ്റെ നിർമ്മിതിയെ സംബന്ധിച്ച് കൊടുക്കുന്നുണ്ടെങ്കിലും ആ പുതുക്കി പണിയലിന് ഉപയുക്തമായൊരു ഭാഷാസ്വരൂപത്തെ കൂടി അദ്ദേഹത്തിൻ്റെ കവിത സൃഷ്ടിച്ചോ എന്നതിനെക്കുറിച്ച് എൻ വി ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ ഒരുപക്ഷെ നമ്മൾ വയലാർ കവിതയെ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കൂടുതൽ വലിയൊരു ചോദ്യമായിട്ട് നമ്മുടെ മുമ്പിൽ വന്നേക്കും. ചങ്ങമ്പുഴയും വയലാറും തമ്മിലുള്ള ബന്ധം, അത് നേരത്തെ ഞാനിവിടെ പറഞ്ഞതുപോലെ മാറ്റൊലി കവിത എന്നൊക്കെ ആക്ഷേപിക്കപ്പെട്ടതാണ്. വാസ്തവത്തിൽ ചങ്ങമ്പുഴയുടെ ഒരു ഭാഷാ സംസ്കാരം വയലാറിൽ നന്നായിട്ട് നമുക്ക് കാണാൻ പറ്റുമെങ്കിലും ഒപ്പം തന്നെ നമ്മൾ കാണേണ്ടത് ചങ്ങമ്പുഴ അടിസ്ഥാനപരമായ ഒരു ഭാവഗാനാത്മകതയെ ശക്തമായിട്ട്, എല്ലായ്പ്പോഴൊന്നുമല്ല, ചങ്ങമ്പുഴയുടെ ഗുണം ഒരു ഭാഗത്ത് ഭാവഗാനാത്മകത ഉള്ളപ്പോൾ മറുഭാഗത്ത് മോഡേണിസ്റ്റ് സെൻസിബിലിറ്റിയോളം മറുപുറത്തേക്ക് ചായുന്നുണ്ട്. ഒറ്റ പത്തിയിൽ 1000 ഉടലുകൾ ഒത്തുപിണഞ്ഞൊരു മണിനാഗം
ചന്ദനലതയിൽ അധോമുഖ ശയനം ചന്തമുടങ്ങനെ ചെയ്യുമ്പോൾ എന്നെഴുതുന്ന ഒരു കവി കൂടിയാണ്. ഇതൊരു സാധാരണ നിലയ്ക്ക് ആലോചിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ പാടുന്ന പിശാചിലെ മയിലിൻ്റെ ചിത്രമൊക്കെ എടുത്താൽ പിൽക്കാലത്ത് എപ്പോഴോ വരാനിരിക്കുന്ന വേതാള സങ്കല്പങ്ങളൊക്കെ ചങ്ങമ്പുഴയിൽ വരുന്നത് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ മറുഭാഗത്ത് എന്താ പറയുക, ഭാവഗാനാത്മകതയുടെ പ്രബലമായൊരു ലോകം ചങ്ങമ്പുഴയിലുണ്ട്. അത് വയലാറിലേക്കും ഒരു തുടർച്ച നേടുന്നുണ്ട്. പക്ഷെ വയലാറിലെത്തുമ്പോൾ ഈ ഭാവഗാനാത്മകതയിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു മാറ്റമായിട്ട് നമുക്ക് കാണാവുന്നത് 2-3 സവിശേഷ ഘടകങ്ങൾക്ക് ഊന്നൽ വരുന്നു എന്നുള്ളതാണ്. അതിലൊന്ന് നേരത്തെ ഇവിടെ പലരും സൂചിപ്പിച്ച ശാസ്ത്രത്തിലുള്ള ഒരു വലിയ ബോധ്യമാണ്, ശാസ്ത്രബോധം എന്ന് പറയുന്നത്. 2, മനുഷ്യമഹത്വത്തിലും മനുഷ്യശേഷിയിലുമുള്ള വിശ്വാസം അദ്ദേഹത്തിലുണ്ട്. ഇതെല്ലാം കാലത്തെ അതിവർത്തിച്ച് നിൽക്കുമോ എന്നുള്ളതൊരു പ്രശ്നമാണ്. കാരണം ശാസ്ത്രത്തെക്കുറിച്ച് അന്നുണ്ടായിരുന്ന ബോധ്യങ്ങളും ദൃഢവിശ്വാസവും ഒക്കെ ഇന്ന് മനുഷ്യവംശത്തിന് അതേപടി ഉണ്ടോ എന്ന് മറ്റൊരു ചോദ്യം ചോദിക്കാം. പക്ഷെ വയലാർ അന്നത് കരുതിയിരുന്നു. അദ്ദേഹം ഒരു കവിതയിൽ പറയുന്നുണ്ട്, കൊടിയിൽ പ്രയത്നത്തിൻ മുദ്രയും കണ്ണിൽ പൂത്തു വിടരും സ്വപ്നങ്ങളും കരളിൽ സംഗീതവും സഞ്ചരിക്കുകയാണ് ഞാൻ ഏവം സയൻസിൻ്റെ കഞ്ചുകമണിഞ്ഞുകൊണ്ട് ഈ യുഗങ്ങളിലൂടെ എന്നിങ്ങനെ തൻ്റെ കാവ്യസ്വരൂപത്തെ ഏതാണ്ട് വയലാറ് തന്നെ സംഗ്രഹിക്കുന്നുണ്ട്. 4 കാര്യങ്ങൾ അതിൽ അദ്ദേഹം പറയുന്നുണ്ട്. ഒന്ന്, കൊടിയിൽ പ്രയത്നത്തിൻ്റെ മുദ്ര, മനുഷ്യാധ്വാനത്തിൻ്റെ മുദ്ര പേറിയ കൊടിയാണ് എന്ന്. കണ്ണിൽ പൂത്തു വിടരും സ്വപ്നങ്ങളും, ഭാവിയെക്കുറിച്ചുള്ള പ്രത്യാശകൾ. കരളിൽ സംഗീതവും, അതിനെ സംഗീതമയമാക്കി. ഇതിനെല്ലാം കൂട്ടിയിണക്കുന്ന ഒരു ശക്തിയായിട്ട് അദ്ദേഹം കാണുന്നത് സഞ്ചരിക്കുകയാണ് ഞാൻ ഏവം സയൻസിൻ്റെ കഞ്ചുകമണിഞ്ഞുകൊണ്ട് ഈ യുഗങ്ങളിലൂടെ. ഈ സയൻസ് മനുഷ്യവംശത്തെ പുരോഗതിയുടെ ഒരു ഉച്ചസ്ഥാനത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് എന്ന വലിയ ഒരു പ്രതീക്ഷ നിലനിന്ന കാലത്ത് ഈ പ്രയത്നത്തെയും സ്വപ്നങ്ങളെയും സംഗീതത്തെയും ശാസ്ത്രം കൊണ്ട് കൂട്ടിയിണക്കി ആ ശാസ്ത്രത്തിൻ്റെ ബലത്തിലാണ് താൻ ലോകത്തിൽ മുന്നേറുന്നത് എന്ന ഒരു സമീക്ഷ. ഒരു നിലയ്ക്ക് പറഞ്ഞാൽ കാൽപ്പനികമായ ഭാവുകത്വത്തെ ആധുനികമായ ശാസ്ത്രബോധം നൽകുന്ന ഒരു സവിശേഷമായ യാഥാർത്ഥ്യ ഭാവനയോട് ചേർത്ത് വെച്ച് ഇവ രണ്ടും തമ്മിലുള്ളൊരു സമ്മേളനം ഉണ്ടാക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ചില കവിതകൾ, അല്ല അദ്ദേഹത്തിൻ്റെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ കൽപ്പനകളിലൊന്നിൽ മനുഷ്യമഹത്വത്തെ ഏറ്റവും ഉച്ചസ്ഥാനത്ത് പ്രതിഷ്ഠിച്ച ചില വരികളുണ്ട്. ചക്രവാളത്തിൻ മതിൽക്കെട്ടിന്മേൽ കയ്യും കുത്തി നിൽക്കും ഞാൻ പ്രപഞ്ചത്തിൻ ഭ്രമണം നിയന്ത്രിക്കാൻ. ഗോളങ്ങളെടുത്ത് ഞാൻ പന്തടിക്കുമ്പോൾ വിദ്യുത് കെടുത്തിയും കത്തിച്ചും രസിക്കുമ്പോൾ നീരവ നീലാകാശ മേഖലകളിൽ നാളെ താരകേ നിന്നെക്കൊണ്ട് നർത്തനം ചെയ്യിക്കും ഞാൻ. ഇങ്ങനെ ചക്രവാളത്തിൻ്റെ മതിൽക്കെട്ടുകളിൽ കൈമുട്ടുകൾ ഊന്നി നിന്ന് നക്ഷത്രലോകത്തെ കൊണ്ട് നൃത്തം ചെയ്യിക്കാൻ കെൽപ്പുള്ള മനുഷ്യവീര്യം എന്നൊരാശയം അക്കാലത്തുണ്ട്. ഇത് ആ കാലത്തിൻ്റെ ഒരു സ്പിരിറ്റാണ്. അദ്ദേഹം പല നിലയ്ക്ക് പിന്നെയും പറയുന്നുണ്ട്, ഞാനീ പ്രപഞ്ചം വളർത്തിടുന്നു, ഞാനീ പ്രപഞ്ചം നയിച്ചിടുന്നു, സർഗലയസ്ഥിതി കാരകൻ ഞാൻ, സത്യസ്വരൂപി ഞാൻ മനുഷ്യൻ എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ മാനുഷികതയെ ഈ ശാസ്ത്രബോധം നൽകുന്ന വലിയ ഒരു പുരോഗതി സങ്കല്പത്തോടും ചേർത്ത് വച്ച് അതിലൂടെ മനുഷ്യവംശത്തിൻ്റെ ഭാവിയെ സൃഷ്ടിക്കാൻ കെൽപ്പുള്ള ഒരു സ്ഥാനത്ത് മനുഷ്യനെ പ്രതിഷ്ഠിക്കുകയും അതിൻ്റെ ശബ്ദമാണ്, അതിൻ്റെ സ്വരമാണ് താൻ എന്ന് കരുതുകയും ചെയ്യുന്ന ഒരു സവിശേഷ വീക്ഷണം. ഇത് ആ കാലത്തിൻ്റെ പ്രബലമായിട്ടുള്ള ഒരു സ്വരമാണ്. ഒരർത്ഥത്തിൽ നവോത്ഥാന മാനവികതയുടെ പിൽക്കാലം എന്ന് വിളിക്കാവുന്ന ഒരു കാവ്യ ഭാവുകത്വമാണ് അദ്ദേഹം ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്നത്. മരിച്ചിട്ടില്ല ഞങ്ങൾ ഇന്നോളം, ഒരു നാളും മരിക്കില്ലൊടുങ്ങാത്ത സൃഷ്ടിശക്തികൾ ഞങ്ങൾ എന്ന് മനുഷ്യരെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരുപക്ഷെ വയലാറിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഭാവുകത്വം ഉണ്ടെന്ന് നമുക്ക് കരുതാവുന്ന വൈലോപ്പിള്ളിയും ഈ നിലയിലൊരു വാക്യം അദ്ദേഹത്തിൻ്റെ ആദ്യ കവിതാ സമാഹാരത്തിൽ പറയുന്നുണ്ട്. കന്നിക്കൊയ്ത്ത് വായിച്ചാൽ ഹാ വിജിഗീഷു മൃത്യുവിനാമോ ജീവിതത്തിൻ കൊടിപ്പടം താഴ്ത്താൻ എന്നെഴുതുന്നത് ഏതാണ്ട് ഇതേ ആശയം തന്നെയാണ്. മരിച്ചിട്ടില്ല ഞങ്ങൾ ഇന്നോളം, ഒരു നാളും മരിക്കില്ല,
ഒടുങ്ങാത്ത സൃഷ്ടിശക്തികൾ ഞങ്ങൾ. അങ്ങനെ അവസാനിക്കാത്ത സൃഷ്ടി ചൈതന്യമാണ് മനുഷ്യനെന്നും അതുകൊണ്ട് ഒറ്റയൊറ്റയായ ദുഃഖങ്ങളൊക്കെ വരും, പക്ഷേ ഏകജീവിതാനശ്വര ഗാനം എന്നതൊക്കെ ഞാനിത് പറയുന്നത് ഇതൊരു കാലത്തിൻ്റെ ആകമാനമുള്ള ചില അനുഭവങ്ങളെ ഒരു കവി സംഗ്രഹിക്കുന്നതാണ് എന്ന ഒരു കാഴ്ചയാണ്. ഇത് അദ്ദേഹത്തിൻ്റെ പിൽക്കാലത്തെ കവിതകളിലും കാണാൻ വളരെ പ്രധാനപ്പെട്ട ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ ആരൊരാളതിൻ മാർഗം മുടക്കുവാൻ ദിഗ്വിജയത്തിനൻ സർഗശക്തിയാം ഇക്കുതിരയെ വിട്ടയക്കുന്നു ഞാൻ എന്നും ഒക്കെ അദ്ദേഹം എഴുതുന്നുണ്ട്. ഇങ്ങനെ കാലത്തിന് പിടിച്ചു കെട്ടാൻ പറ്റാത്ത നിത്യമായ പുരോഗതിയിലേക്ക് കുതിച്ചു പായുന്ന ഒരു കവിതയാണ്, ഒരു മനുഷ്യവംശത്തിൻ്റെ കവിതയാണ് തൻ്റേത് എന്ന് പറയുന്നുണ്ട്. കാലമാണ് അവിശ്രമം പായുമെൻ അശ്വം സ്നേഹജ്വാലയാണ് എന്നിൽ കാണും ചൈതന്യം സനാതനം എന്നുമൊക്കെ. ഞാൻ പറഞ്ഞു വന്നത് ഇതൊരു സവിശേഷ ഭാവുകത്വത്തെ, കൃത്യമായിട്ട് പറഞ്ഞാൽ 40കൾക്ക് ശേഷമുള്ള നമ്മുടെ നവോത്ഥാന ഭാവനയുടെ അടുത്തൊരു ഘട്ടം, ശാസ്ത്രബോധം, കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയവും കർഷക സമരങ്ങളും ഇടതുപക്ഷവും ഒക്കെ ഉയർത്തിക്കൊണ്ടുവന്ന സമത്വവാഞ്ച, അതിനോടൊപ്പം കൈവരുന്ന ശാസ്ത്രീയമായ പുതിയ വീക്ഷണഗതികൾ, ഇതിനെല്ലാം ചേർത്തിട്ടാണ് വയലാർ തൻ്റെ കവിതയെ രൂപപ്പെടുത്തുന്നത്. ഇങ്ങനെ തൻ്റെ കാവ്യഭാഷയെ രൂപപ്പെടുത്തുന്ന സമയത്ത് വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ കാവ്യഭാഷയ്ക്ക് ഉള്ള ഒരു വേരെന്തായിരുന്നു എന്ന് അദ്ദേഹം തന്നെ ഒരു കവിതയിൽ മറ്റൊരു നിലയ്ക്ക് പറയുന്നുണ്ട്. ഈ ഒരു വൈരുദ്ധ്യവും പ്രധാനപ്പെട്ട കാര്യമാണ്. തൻ്റെ കാവ്യഭാഷയുടെ വേരുകൾ, ഭാവനയുടെ വേരുകൾ മറ്റ് ചിലയിടങ്ങളിൽ നിന്നുകൂടി പുറപ്പെട്ടതാണ് എന്ന് പറയുന്നുണ്ട്. നാലുകെട്ടുകൾക്കുള്ളിൽ മുത്തശ്ശി കഥ കേട്ട് നാടോടി പാട്ടും പാടി പിച്ച വച്ചൊരു കാലം, മുറ്റത്തെ സരസ്വതി ക്ഷേത്രത്തിൽ നിവേദിച്ച് കിട്ടിയ കരിക്കുനീരുൾതൃഷ്ട തീർക്കും കാലം, ഇതിഹാസങ്ങൾ മേയും യാഗഭൂമിയിൽ നിലത്തെഴും വിരൽ തുമ്പിൽ ഹരിശ്രീ പൂക്കും കാലം, ഉത്സവകഥകളി പന്തലിൽ ഉറക്കൊഴിച്ചുത്തരാ സ്വയംവരം കണ്ടിരുന്നിടും കാലം, തുഞ്ചത്ത കിളിപ്പാട്ടിൻ ചിറകിൽ യുഗാന്തര സഞ്ചിത സംസ്കാരങ്ങൾ ഉള്ളിലേക്കെത്തും കാലം, ആദ്യമായ ആത്മാവിൻ്റെ അജ്ഞാത തലങ്ങളിൽ പൂത്തിതൾ വിരിഞ്ഞതാണ് എന്നിലെ കലാബോധം. ഇങ്ങനെ തൻ്റെ കലാബോധത്തിൻ്റെ വേരുകളെ ഒരുപക്ഷെ തൻ്റെ സഞ്ചിതമായൊരു സംസ്കാരത്തിൻ്റെയും താൻ ആർജിച്ച ഇതിഹാസ ഭാവനയുടെയും ഒക്കെ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് രൂപപ്പെടുത്തുകയും അതിനെ ഈ പുതിയ ഒരു സന്ദർഭത്തോട് ചേർത്ത് വയ്ക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ഉള്ള ഒരു വലിയ വൈരുദ്ധ്യം, ഒരുപക്ഷെ NV ചൂണ്ടിക്കാണിച്ച ആ വൈരുദ്ധ്യം അദ്ദേഹത്തിൻ്റെ കവിതകളിൽ പിന്നെ പ്രബലമായി വരുന്നുണ്ട് എന്ന കാര്യം കൂടിയാണ് ഞാൻ പറയാനായിട്ട് ശ്രമിക്കുന്നത്.